ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി കക്കിരിക്ക പറിക്കുകയാണേ. കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറമ്പിൽ കുറച്ച് ഓറഞ്ച് ഉണ്ട്. പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ 3-4 എണ്ണേ ഉള്ളൂ കേട്ടോ, അത്യാവശ്യം മൂത്തത്. ഓറഞ്ച് ഉള്ളത് എത്താത്തൊരു സ്ഥലത്തുമാണ്. ഏട്ടൻ കുറേ ശ്രമിച്ച് നോക്കി, കിട്ടിയില്ല. കുറേ കുരുക്ക് വീണു കേട്ടോ. കുരുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ നാരങ്ങ ഓറഞ്ചില്ലേ, അതാണ് വീണത്. പിന്നെ കിട്ടിയത് 2-3 എണ്ണയൊക്കെ കിട്ടിയിട്ടുള്ളൂ, വലിയ ഓറഞ്ച് കേട്ടോ. നല്ല പൊക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ പറിക്കാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഇത്രയൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകാൻ താക്കോടുക്കുട്ടി ഒരുങ്ങിയിട്ടുണ്ട്. നൈനൊന്ന് ക്ലാസ്സിൽ പോകുന്നില്ല, അവളെ ഹോസ്പിറ്റലിലൊന്ന് കൊണ്ടുപോകണം. അങ്ങനെ തക്കുടുവിനെ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും നൈനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ, എപ്പോഴും പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ പോയത്. നൈനുവിനെ ഒരാഴ്ച കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് മുഖത്ത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടു, മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഞാനും ഏട്ടനും കൂടിയിട്ട് ജാതിക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പറമ്പിലേക്ക്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയും അങ്ങനെ ഓരോരോ തിരക്ക്, എല്ലാം കൊണ്ടും അടുത്തൊരു ടൈമാട്ടോ. എന്തായാലും ഓണമൊക്കെ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയി. പിന്നെ കുറേ ദിവസമായി ജാതിക്ക പറിക്കാനൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വയലിലും പറമ്പിലൊക്കെ ചുറ്റിയടിക്കാൻ ചുറ്റിയടിച്ചപ്പോൾ ഒരു സമാധാനമായിരുന്നു കേട്ടോ. എത്ര ദിവസം ഹോസ്പിറ്റലും പിന്നെ ഇപ്പോൾ ഓണത്തിരക്കും എല്ലാം കൂടി ആയിട്ടൊന്നും നമുക്ക് നിന്ന് തിരിയാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശ്വാസം വിടാനുള്ള ടൈം കിട്ടിയത്, സത്യം പറയാലോ. അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും, ഞാനും അമ്മയും ഏട്ടനും കൂടി ജാതിക്ക റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ജാതിക്കയും ജാതിപത്രിയും വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കഴുകിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഇവിടെ 4:30 കേട്ടോ പിന്നെ വെയിൽ ഒന്ന് മാറുക. അത്ര നേരം നമുക്ക് മുറ്റടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അലക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റടിക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം മഴ പെയ്തതിൻ്റെ പായലൊക്കെ ഇല്ലേ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അടിക്കുമ്പോൾ ഇതൊക്കെ പൊളിഞ്ഞിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി മുറ്റടിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് കുറച്ച് എണ്ണ ഉണ്ട്, അത് കന്നാസിലാക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നെയാണ് വെച്ചത് ഉരുകാൻ വേണ്ടിയിട്ടേ. പക്ഷെ അധികം ഉരുകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലും കന്നാസിലൊക്കെ ആക്കി പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എണ്ണ ഇത്രയൊക്കെ ഉള്ളേ.
അപ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ മീനങ്ങാടി പോയപ്പം കുറച്ച് പപ്സും പിന്നെ തക്കുടൂന് ഇഷ്ടം എന്താ സുഖിയനാണ്, നൈനൂന് ഇഷ്ടം മസാല ബോണ്ടയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും ഉള്ളതും വാങ്ങി, പിന്നെ കുറച്ച് പപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.